തീ പാറുന്ന ത്രികോണ മത്സരത്തിനായിരുന്നു വടക്കൻ കേരളം സാക്ഷ്യം വഹിച്ചത്. അതിൽ ഓരോ മണ്ഡലങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഈ മുന്നണികൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാലും ഈ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയും വലിയ പ്രതീക്ഷകളും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഉള്ളത്. എന്തായാലും കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകാനായിട്ട് ആനന്ദ് പുതൂര് ചേരുന്നുണ്ട്. ആനന്ദ്, ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാണാത്ത സംഭവ വികാസങ്ങളാണ് കോഴിക്കോടും ഒപ്പം മറ്റു മണ്ഡലങ്ങളൊക്കെ തന്നെ ഈ മലബാറിലെ മറ്റു മണ്ഡലങ്ങളൊക്കെ തന്നെ നോക്കിയാൽ കാണാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് പോളിംഗ് ശതമാനം കുറവാണ് പല സ്ഥലങ്ങളിലുമുള്ളത്. എന്നാലും വിജയപ്രതീക്ഷ മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യയുടെ ഒരു മുന്നേറ്റം കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുമില്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. മലബാറിലെ പ്രത്യേകിച്ച് കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരുപാട് മണ്ഡലങ്ങൾ മലബാറിലുണ്ട്. അത് വയനാട്, കാസർഗോഡ്, വടകര, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം ആ തരത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഏകദേശം 5.5% വോട്ടിന്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് പോളിംഗിൽ. വടകര എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടായ മണ്ഡലമാണ് വടകര. ഏകദേശം 77.96% വടകരയിലെ പോളിംഗ് എങ്കിൽ കഴിഞ്ഞ 2019 തട്ടിച്ച് നോക്കുമ്പോൾ ഏകദേശം 4% കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുറവ് വന്നിട്ടുള്ളതൊന്നും മുന്നണികൾ എല്ലാം അവർക്ക് അനുകൂലമാവുന്ന തരത്തിൽ തന്നെയാണ് ഇന്നത്തെ അവരുടെ എല്ലാ പ്രസ്താവനകളും വന്നിരിക്കുന്നത്. മാത്രമല്ല കടുത്ത ആരോപണങ്ങളുമായി മൂന്ന് മുന്നണികളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ BJPയുടെ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചു. അതായത് ഈ അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. ചില ആളുകൾ മനഃപൂർവ്വം തന്നെ ഈ വോട്ട് ചെയ്യാൻ വരുന്നവരെ ബൂത്തിൽ നിന്ന് അകറ്റാനുള്ള ഒരു ശ്രമമുണ്ടായി. ഈ നിയന്ത്രണങ്ങളാവാം, പക്ഷേ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലേക്ക് കടക്കരുത്. അത് മാത്രമല്ല മറ്റ് രണ്ട് മുന്നണികളും ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ തന്നെ മാറ്റാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പൊതുവായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് വഴിമാറ്റി ചിന്തിക്കാനുള്ള അജണ്ടകൾ മനഃപൂർവ്വം സെറ്റ് ചെയ്തു. മോദി ഗ്യാരണ്ടി ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ തരത്തിൽ അവർക്ക് മുന്നേറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റ് രണ്ട് മുന്നണികളും മനഃപൂർവ്വം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്തു എന്നുള്ള ഒരു ആരോപണവുമായി ഇന്ന് രാവിലെ NDA സ്ഥാനാർത്ഥി MT രമേശ് രംഗത്തെത്തിയത്. എന്തായാലും മോദി ഗ്യാരണ്ടി തീർച്ചയായും വോട്ടായി മാറും. തീർച്ചയായും മലബാറിലെ പല മണ്ഡലങ്ങളിലും താമര വിരിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP. എന്തായാലും DCC പ്രസിഡന്റ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ഇത്തരത്തിൽ ഒരു വിശദീകരണമായി എത്തിയിരുന്നു. അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏറ്റവും വൈകി പോളിംഗ് അവസാനിച്ച പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് സംസ്ഥാനത്ത് തന്നെ കോഴിക്കോടും വടകരയും. കോഴിക്കോട് 11:30 വരെയോളം ബൂത്തുകളിൽ നീണ്ട ക്യൂ ആയിരുന്നു. വടകരയിലേക്ക് എത്തുമ്പോൾ അത് 12 മണിയോളം അടുത്തോളം തന്നെ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏകദേശം 3-4 മണിക്കൂറോളം പോലും ക്യൂ നിൽക്കേണ്ട ഗതികേട് സ്ത്രീകൾക്കടക്കം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മനഃപൂർവ്വം വൈകിച്ചാണെന്നുള്ള ഒരു പരാതിയുമായാണ് ഇപ്പോൾ ഈ DCC കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചതെല്ലാം UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും കോഴിക്കോടും വടകരയും UDF 1 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസവും കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് പരാതി നൽകാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. എന്നാലും ഇടതുപക്ഷം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ വോട്ട് കുറയുന്നത്, അതായത് വോട്ടിംഗ് ശതമാനത്തിലുള്ള കുറവ് യാതൊരു കാരണവശാലും ഇടതുപക്ഷത്തെ ബാധിക്കില്ല, അത് അനുകൂലമായി മാത്രമേ വരൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വടകരയിൽ കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ തന്നെ P മോഹനൻ വിമർശിച്ചിട്ടുണ്ട്. അതായത് ഈ വടകരയിലടക്കമുള്ള ഈ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് കോർഡിനേഷൻസ് എല്ലാം മുതിർന്ന നേതാക്കളുടെ ഭാഗമായിരുന്നില്ല. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. അവർ പാർട്ടിക്കാരാണെന്ന് പോലുള്ള ഒരു സംശയമുണ്ട്. മാത്രമല്ല ഈ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ പിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ KK ശൈലജ ടീച്ചർ നടത്തിയ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം അത്തരത്തിൽ P മോഹന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നയിച്ചിരുന്നു. ആ തരത്തിൽ ഇടതുപക്ഷം വിജയിക്കും, രണ്ട് മണ്ഡലത്തിലും ഇടതുപക്ഷം പൂർണ്ണമായി തന്നെ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം CPM പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഇന്ന് വിശദീകരണമായി എത്തിയിരുന്നു. അതായത് മതത്തിന്റെ പേരിൽ താൻ വോട്ട് പിടിച്ചിട്ടില്ല, കാഫറായ സ്ത്രീക്ക് വോട്ട് ചെയ്യരുതെന്ന് താൻ പറഞ്ഞിട്ടില്ല, അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉള്ളത് വ്യാജ പോസ്റ്റുകളാണ്, അത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അതിനെ തള്ളിക്കളയാൻ വേണ്ടി തീരുമാനിച്ചില്ല. അത് വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഈ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഷാഫി ആവർത്തിച്ചത്. അതായത്
വടകരയിലെ പല മണ്ഡലങ്ങളിലും UDF അനുകൂലമായിട്ട്, അതായത് പല ബൂത്തുകളിലും UDF ആധിപത്യമുള്ള ബൂത്തുകളിൽ തന്നെ ഇത്തരത്തിൽ മനഃപൂർവ്വം തന്നെ വോട്ടെടുപ്പ് വൈകിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരണാധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം തന്നെയാണ്. അപ്പോൾ ആ തലത്തിൽ കോഴിക്കോട് വടകര മണ്ഡലങ്ങൾ ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി 3 മുന്നണി രംഗത്തിരിക്കുകയാണ്. എന്തായാലും മലബാറിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രദേശം കാസർഗോഡാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടന്നിരുന്നത്. ഇപ്പോൾ ഉണ്ണിത്താൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് കല്യാശ്ശേരി അടക്കമുള്ള മേഖലകളിൽ CPM കള്ളവോട്ട് വ്യാപകമായി ചെയ്തിട്ടുണ്ട്, ബൂത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ CPM ഭാഗത്തുണ്ടായെന്നുള്ള ഒരു ആരോപണമായാണ് UDF സ്ഥാനാർത്ഥി രംഗത്തെത്തിയത്. പക്ഷേ എത്രയൊക്കെ ബൂത്ത് പിടിച്ചെടുത്താലും 1 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താൻ അവിടെ ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണന്റെ വിശദീകരണം 70,000 വോട്ടുകൾക്ക് LDF വിജയിക്കും, ഇത്തരത്തിലുള്ള ബൂത്ത് പിടുത്തവും കള്ളവോട്ടും എല്ലാം രാജ്മോഹൻ ഉണ്ണിത്താന്റെ മാത്രം ആരോപണമാണെന്നുള്ള ഒരു മറുപടിയുമായാണ് LDF സ്ഥാനാർത്ഥി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും 3 മുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇപ്പോഴും സജീവമാണ്. യെസ്.